ഇതിന്റെ ട്രെയിലറും ടീസറും കാണാൻ സാധിച്ചില്ല. ട്രെയിലറിന്റെ എല്ലാ വർക്കുകളും കഴിഞ്ഞിരിക്കുന്നുണ്ട്. നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഇറക്കാമെന്നുള്ള പ്ലാനിങ്ങിൽ നിൽക്കുന്നത്. നമ്മൾ ടോവിനോ തോമസിന്റെ ഒഫീഷ്യൽ പേജിലൂടെ ഇറക്കാനായിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നാളെ മറ്റന്നാളായിട്ട് അത് നിങ്ങളിലേക്ക് എത്തും. ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ എത്തും. അത് കഴിഞ്ഞാൽ അത് തന്നെ 2 ദിവസത്തിനുള്ളിൽ തന്നെ മധുബാലകൃഷ്ണൻ പാടിയിട്ടുള്ള കുഞ്ഞിമണി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് നിങ്ങളിലേക്ക് എത്തും. അതിന്റെ തൊട്ടടുത്ത് അത് ദിവസങ്ങൾ നോക്കിയിട്ട് ബാക്കിയുള്ള പാട്ടുകളും എത്താന്നുള്ള രീതിയിലാണ് പനോരമ മ്യൂസിക്കാണ് നമ്മുടെ മ്യൂസിക് റൈറ്റ്സ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇപ്പോൾ നാളെ തന്നെ ട്രെയിലർ ഇറക്കണം എന്നുള്ള രീതിയാണ് വിചാരിച്ചിട്ടുള്ളത്. വിട്ടുപോയാൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ട്രെയിലർ ഇറങ്ങും. അപ്പോൾ ട്രെയിലർ കാണുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നമ്മൾ ഈ പറഞ്ഞ ഓണറിനെ കുറിച്ചുമുള്ള ഒരു ഐഡിയ ട്രെയിലറിലൂടെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ആ പാട്ട് ഇതുവരെ ഇറങ്ങാത്തതുകൊണ്ടാണ് പാടാഞ്ഞത്. അത് മധുബാലകൃഷ്ണൻ സാറിന്റെ ആ ഒരു സൗണ്ടിലൂടെ കേട്ടതുകൊണ്ട് കേൾക്കട്ടെ എന്ന് വെച്ചിട്ട്. അത് ഒരു താരാട്ട് പാട്ടാണ്. വളരെ നന്നായിട്ടുണ്ട്. അപ്പം മധുബാലകൃഷ്ണൻ സാറ് പാടുമ്പോൾ നമ്മൾ അതിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അത്രയും നന്നായിട്ട് പാടുന്ന ഒരാളാണ്. ഞങ്ങളത് ആദ്യം പാടി കേട്ട് ട്രാക്കൊക്കെ പാടി സെറ്റ് ചെയ്ത് വന്നു അവിടെ സ്റ്റുഡിയോയിൽ പാടി കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് തന്നെ അത്രയും സന്തോഷമായി. ഞങ്ങളുടെ പ്രൊഡക്റ്റിനെ ഞങ്ങൾ പൊന്തിച്ച് പറയല്ല. അത് നല്ല രസമായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു തന്നെയാണ് നമ്മുടെ വിശ്വാസം. ബാക്കി അത് പുറത്ത് വരുമ്പോൾ നിങ്ങൾക്ക് മലയാളത്തിൽ കുറെ നാളുകൾക്ക് ശേഷം വന്നിട്ടുള്ള നല്ലൊരു താരാട്ട് പാട്ടാണെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. അത് നമ്മുടെ സുഹൃത്തുക്കളെ കേൾപ്പിച്ചപ്പോൾ അവരൊക്കെ നല്ല അഭിപ്രായം ആ പാട്ടിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഡയറക്ടർ ഈ ക്ലീൻ ന്യൂ സർട്ടിഫിക്കറ്റ് ഉള്ള പടങ്ങൾ, അതായത് ഇപ്പം വയലൻസ് ഇല്ല, വയലൻസ് ഒത്തിരി നമുക്ക് കുറേ ഒരു എൻഗേജഡായി തോന്നുന്നൊക്കെ കുറച്ച് വയലൻസ് അല്ലെങ്കിൽ മദ്യം തീട്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തുന്ന കുറെ എൻഗേജഡ് ആക്കാനാണ്. ഇതൊന്നും ഇല്ലാതെ ചെയ്യണമെന്ന് തോന്നിയപ്പോൾ അതിനകത്തൊരു പടത്തിന്റെ ഒരു കളക്ഷനെ ബാധിക്കും എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നില്ലേ? ഇത് ഞങ്ങൾ പ്രീ പ്രൊഡക്ഷൻ സമയത്ത് വന്ന ഒരു ചർച്ച തന്നെയാണ്. കാരണം എല്ലാവരും എന്നോട് ചോദിച്ചു, നമുക്കിപ്പോൾ ഒരു സീൻ ലേഡീസ് ആണെങ്കിലും ടെൻഷൻ അടിച്ച് ഭയങ്കര ഒരു ക്രൂഷ്യൽ സ്റ്റേജിൽ വീട്ടിൽ വന്നിരിക്കുമ്പോൾ കൈ കുപ്പി കൊടുക്കാം, അപ്പോൾ അത് ഭയങ്കരമായിട്ട് രസം ഉണ്ടാവും എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ ഒറ്റ കാര്യം, അതെനിക്ക് തോന്നിയിട്ടുള്ളതാണ്, ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അതെൻ്റെ മാത്രം തീരുമാനമാണ്. ഞാൻ ഇത്രയും കാലം ജീവിച്ചപ്പോൾ എനിക്കും ഉണ്ടായിട്ടുണ്ട് ഈ ടെൻഷൻസും പ്രശ്നങ്ങളും, ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്. അവിടെ ഒന്നും അങ്ങനെ ഒരു ലഹരി എനിക്ക് അതിനെ മറികടക്കാനായിട്ട് ആവശ്യം വന്നിട്ടില്ല. അപ്പം ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ടെൻഷൻ മറികടക്കാനായിട്ട് ആ സിറ്റുവേഷനിൽ അത് കാണിക്കാതെ എങ്ങനെ ക്ലിയർ ചെയ്യാൻ പറ്റുന്നിടത്താണ് എൻ്റെ ചലഞ്ച്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഓക്കെ, ആദ്യ സിനിമയിൽ അങ്ങനെ ചെയ്യും, രണ്ടാമത്തേക്ക് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു അത് എൻ്റെ തീരുമാനമാണ്. കാരണം ഞാനായിട്ട് ഒരു ഇൻസ്പിറേഷൻ, അപ്പോൾ അത് ഉപയോഗിക്കുന്നത് തെറ്റാണെന്നോ അങ്ങനെയൊന്നും ഞാൻ എടുത്തു പറയുന്നതല്ല, അത് ഓരോരുത്തർ പേഴ്സണലി ഇഷ്ടമാണ്. പക്ഷെ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇൻസ്പിറേഷൻ അതിന് കൊടുക്കരുത് എന്നൊരാഗ്രഹം. കാരണം എനിക്ക് തോന്നിയിട്ടുണ്ട്, ഞാൻ സിഗരറ്റ് വലിക്കില്ലെങ്കിലും ചില സിനിമകളിൽ നല്ല ഭംഗിയുള്ള ഷോട്ടായിരിക്കും, കണ്ടു കഴിഞ്ഞാൽ പുക പോകുന്നത് കണ്ട് എനിക്കൊന്ന് വലിച്ചു നോക്കിയാലൊന്ന് എനിക്ക് വരെ തോന്നിയിട്ടുണ്ട്. പക്ഷെ എനിക്കത് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളായി ഞാനത് ട്രൈ ചെയ്തിട്ടില്ല മാത്രം. അപ്പോൾ വരുന്ന തലമുറകൾക്ക് അത് എൻ്റെ സിനിമയിലൂടെ തോന്നാം. അവർ ചിലപ്പോൾ ഞാനിപ്പോൾ ഈ സിനിമയിൽ കാണിച്ചില്ലെങ്കിലും അവരത് ഉപയോഗിക്കാതിരിക്കാം, അതൊക്കെ സാഹചര്യങ്ങളാണ്. പക്ഷെ എൻ്റെ സിനിമയിലൂടെ അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ വേണ്ട എന്നൊരു തീരുമാനമായിരുന്നു. ഞാനതിപ്പോൾ എല്ലാവരോടും പറഞ്ഞപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തു, ഇതുവരെയും സപ്പോർട്ട് ചെയ്തു. നമ്മുടെ സെറ്റുകളിലാണെങ്കിലും ഇങ്ങനത്തെ ഒരു പാർട്ടികളോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം നമ്മുടെ ഷൂട്ട് സമയത്ത് ചിലപ്പോൾ സിഗരറ്റൊക്കെ വലിക്കുന്നവരുണ്ടായിരുന്നിരിക്കാം, പക്ഷെ ഇങ്ങനൊരു ഇത് വന്നു കഴിഞ്ഞപ്പോൾ അവർ വരെ നമ്മളെ ഫുൾ സപ്പോർട്ട് ചെയ്തത്. ഒരാൾ പോലും സെറ്റിൽ വലിച്ചിട്ടില്ല. ഇനി വലിക്കണം തോന്നി അത്രയും ബുദ്ധിമുട്ടുള്ളവർ ഒരുപാട് അകലെ പോയി നിന്ന് ആരും കാണാത്ത രീതിയിലൊക്കെ ചെയ്യുന്ന ഒരു ഇത് കണ്ടു. അപ്പോൾ അത് നമുക്കൊരു സന്തോഷം. കാരണം നമ്മളത് കാണിച്ചു കൊടുക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാവുന്നവരാണ് നമ്മുടെ ഒപ്പമുള്ളവരെന്ന് പറയുമ്പോൾ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. ഇതിലെ കഥാപാത്രത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പം ഒരുടനീളം കേട്ടുന്ന ഒരു നല്ലൊരു ആർട്ടിസ്റ്റാണ്, സിനി ആർട്ടിസ്റ്റാണ്. സ്റ്റാർ മാജിക് എന്ന വലിയ ഷോയിൽ തന്നെ മലയാളികൾക്ക് പ്രിയങ്കരിയായ ഒരു നടിയാണ്. ഇപ്പോഴും സ്ട്രഗിളിങ് ഫേസ് ചെയ്യുന്നുണ്ടോ ക്യാരക്ടേഴ്സ് കിട്ടാനായിട്ട്? ഞാനെപ്പോഴും എനിക്ക് അനുയോജ്യമായ ക്യാരക്ടർ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരാളാണ്. ഇതിനോടൊപ്പം വർക്ക് ചെയ്ത ഒരു മൂവീസ് അറൗണ്ട് 30 മൂവീസ് പ്ലസ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും ഇപ്പം നമ്മുടെ സംഭവ സ്ഥലത്ത് നിന്നും എന്ന ചിത്രത്തിനടക്കം റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. എനിക്കുള്ളത്, എനിക്ക് ചേർന്നത് എപ്പോഴാണെങ്കിലും എൻ്റെ കയ്യിലേക്ക് എത്തും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ പ്രാർത്ഥന, പരിശ്രമം, ഭാഗ്യം ഇതെല്ലാം കൂടെ ഒത്തു വന്നാലല്ലേ കിട്ടത്തുള്ളൂ. എനിക്കിങ്ങനെ പരാതികളൊന്നുമില്ല.
സോ എനിക്ക് ലഭിക്കുന്ന അവസരങ്ങളിലും കിട്ടിയതിലും ഒക്കെ ഞാൻ വളരെ ഹാപ്പിയാണ്, ഓക്കെയാണ്. എപ്പോഴും തോന്നിയിട്ടുണ്ടോ ഒരു ക്യാരക്ടർ ബ്രേക്ക് ചെയ്യുന്ന ഒരു ടൈപ്പ് കഥാപാത്രം കിട്ടിയിരുന്നെങ്കിൽ? പിന്നെ തീർച്ചയായിട്ടും അത് നമ്മൾ എപ്പോഴും ആണോ. ഉറപ്പായിട്ടും ഇത് നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയും ഗംഭീരമായിട്ട് തന്നെ ആള് ആ ഭാഗങ്ങളെല്ലാം അഭിനയിച്ചിട്ടുണ്ട്. അത് നമുക്ക് അതുപോലെ തന്നെ ചെയ്യാനും പറ്റിയിട്ടുണ്ട്. അപ്പൊ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു ബ്രേക്കിംഗ് ആയിരിക്കുന്നുള്ളത്. താങ്ക് യു. അല്ല, നല്ലൊരു കഥാപാത്രം ലഭിക്കാനായിട്ട് ഞാൻ ആക്ച്വലി അത് എല്ലാ ആർട്ടിസ്റ്റും അങ്ങനെ തന്നെയാണെന്ന് വിശ്വസിക്കുന്നത്, വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഈ ക്യാരക്ടർ തമിഴ് കുടുംബ പശ്ചാത്തലമല്ല, എന്നാൽ മലയാളം കേരളത്തിൽ താമസിക്കുന്ന തമിഴും മലയാളം കൂടെ ഇടകലർത്തി സംസാരിക്കുന്ന ഒരു കഥാപാത്രം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അല്ലേ? തീർച്ചയായിട്ടും. ഇത് കണ്ടിട്ട് പലരും നമ്മുടെ ഒപ്പമുള്ളവർ കണ്ട സമയത്ത് ചോദിച്ചു, ഡബിങ് ആള് നല്ല രസമായിട്ട് ഡബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സ്ലാങ്ങും തമിഴ് കണക്ട് ചെയ്തിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. അപ്പോൾ പലരും ചോദിച്ചു, ഇത് ആൾ തന്നെയാണോ ഡബ് ചെയ്തത്, വേറെ ആരെങ്കിലും ചെയ്യിപ്പിച്ചതാണോ എന്ന് ചോദിച്ചു. അപ്പം അല്ല, അത് ആൾ തന്നെ ചെയ്താണ്. ഓ, ഗംഭീരമായിട്ടുണ്ടല്ലോ, നല്ല രസമായിട്ട് ആക്ടിങ്ങിൻ്റെ ഒപ്പം തന്നെ. അപ്പോൾ ആ ഡബിങ്ങിൻ്റെ ഇതിലും ആളെ കഴിവ് തെളിയിച്ചിട്ടുണ്ടെന്നുള്ളത് പലരും പറഞ്ഞിട്ടുണ്ട്. ബാക്കി നിങ്ങൾക്ക് കാണാം.